പാമോലിയൻ കേസ് വാദം ഇനിയും മാറ്റിവെക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. കേസ് മാറ്റിവെക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യത്തിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം. അപ്പീലുകൾ അടുത്ത മാർച്ചിൽ പരിഗണിക്കാൻ മാറ്റി. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വിവരങ്ങൾ നൽകാം. അത് പാമോയിൽ കൂടിയ വിലക്ക് ഇറക്കുമതി ചെയ്ത വകയിൽ സംസ്ഥാന സർക്കാരിന് 2.32 കോടിയുടെ നഷ്ടമുണ്ടായി എന്ന വിജിലൻസ് കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിയായവർ നൽകിയ ഹർജിയാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ ഈ കേസിൽ പ്രതിയായത്. കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന TH മുസ്തഫ, ജിജി തോംസൺ തുടങ്ങിയവരായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. 1/4 നൂറ്റാണ്ട് കഴിയുമ്പോഴും ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ കേസ് നടപടികൾ മാറ്റിവെക്കാനാവില്ല എന്നായിരുന്നു കോടതി നിർദ്ദേശം നൽകിയത്. ഇനിയും വാദം കേൾക്കുന്നത് മാറ്റിവെക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് മാറ്റിവെക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. പാമോലിയൻ കേസിലെ അപ്പീലുകൾ അടുത്ത മാർച്ചിൽ പരിഗണിക്കാനായി കോടതി മാറ്റുകയും ചെയ്തു. ഇതിനിടെ ഹർജി നൽകിയ മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫയെ അപ്പീലിൽ നിന്ന് ഒഴിവാക്കി. ഹർജിക്കാരൻ അന്തരിച്ചു എന്ന് അഭിഭാഷകൻ അറിയിച്ച സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ നടപടി. ശരി ഷബ്ന.